ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ ഓണം റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ക്യാബേജും അതോടൊപ്പം ബീട്രൂട്ടും കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തോരനാണ്. ക്യാബേജ് തോരനും ബീട്രൂട്ട് തോരനുമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇത് രണ്ടും. ആകെപ്പാടെ ഉള്ളൊരു മെനക്കേടെന്ന് പറയുന്നത് ഇത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ക്യാബേജ് തോരനാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചു. എല്ലാ കേരള റെസിപ്പിക്കും ആവശ്യമുള്ള പോലെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു മീഡിയം സൈസ് ക്യാബേജിൻ്റെ പകുതിയാണ് നമ്മൾ ഇന്നത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരി, അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുകും ഉഴുന്ന് പരിപ്പും ഇട്ടു. അത് നന്നായിട്ട് പൊട്ടി അതിലേക്ക് അടുത്ത് ചേർക്കാൻ പോകുന്ന ക്യാബേജും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും. ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചിത് വേവിക്കാൻ പോവുകയാണ്. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. അതായത് ക്യാബേജ് ഒരു അര വേവ് ആയതിനു ശേഷം അല്ലേ, ക്യാബേജ് ഒരു അര വേവ് ആയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് തേങ്ങയും ജീരകവും അതൊക്കെ നമുക്ക് അതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ്. ക്യാബേജ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബീട്രൂട്ട് തോരൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പം ഇത്രയും മതിയോ എനിക്ക്? ശരി, ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കാൻ പോവാണ്. കടുക് മാത്രം ഇടത്തുള്ളൂ, കടുകും കറിവേപ്പിലയും കൂടെ നമ്മൾ ഇടാൻ പോവാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് ബീട്രൂട്ടും പച്ചമുളകും വറ്റൽമുളകും കൂടെ ക്രഷ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ബീട്രൂട്ട് തോരനും ക്യാബേജ് തോരനും ഒരേ തേങ്ങ അരപ്പാണ് നമ്മൾ ചേർക്കുന്നത്. തേങ്ങ അരപ്പല്ലല്ലോ, അതിനെന്താ പറയുക? തേങ്ങ അരപ്പ് തന്നെ. ഓക്കെ. അപ്പോൾ ഒരേ തേങ്ങ അരപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ബീട്രൂട്ടും ക്യാബേജും വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. മിക്സിയിലിട്ട് അടിക്കുന്നില്ല, കൈ കൊണ്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയാണ് നമ്മൾ തോരനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഭാഗമാണ് ക്യാബേജിനുള്ളത്, ഇത് ബീട്രൂട്ടിനുള്ളത്. ബീട്രൂട്ടും ക്യാബേജും കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. ക്യാബേജിലും ചേർത്ത് കൊടുക്കാം. കണ്ടോ, തോരൻ ഭയങ്കര എളുപ്പമല്ലേ, ജസ്റ്റ് അരിയുന്ന ഒരു പാടേ ഉള്ളൂ. ഇതിന് രണ്ടിനും അരപ്പ് സെയിം ആണ്. വേവാനും അധികം സമയമില്ല. എല്ലാ തോരനും ഇങ്ങനെയാണ്. അതിപ്പോൾ നമ്മൾ ക്യാരറ്റ് തോരൻ വെക്കണമെങ്കിലും തോരൻ ഇതാണ്, തേങ്ങയും ജീരകമാണ് മെയിൻ. എല്ലാ ആൾക്കാർ വെളുത്തുള്ളി ചേർക്കും. വെളുത്തുള്ളിയുടെ മണം ഇഷ്ടമില്ലാത്തവർക്ക് ജീരകവും മഞ്ഞപ്പൊടി. എന്നിട്ട് അടച്ചിപ്പോൾ ഒന്നും ഇളക്കണ്ട, അടച്ചു വെക്കി. അപ്പം നമ്മളിത് മിക്സ് ചെയ്യുന്നില്ല, ജസ്റ്റ് അടച്ചു വെക്കാൻ പോകണം. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അതിപ്പോൾ അതിൻ്റെ പുറത്തിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റീം ആവുന്നത് വരെ അടച്ചു വെക്കണം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. അതുപോലെ സെയിം നമ്മൾ ബീട്രൂട്ടും അതുപോലെ നമ്മൾ അടച്ചു വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ 2 തോരനും റെഡി ആയിട്ടുണ്ട്, ബീട്രൂട്ട് തോരനും ക്യാബേജ് തോരനും. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പം ചെയ്യാൻ പറ്റുന്ന 2 തോരനാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബീട്രൂട്ടും ക്യാബേജും ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ക്യാരറ്റോ പൊട്ടാറ്റോയോ അതും ഇതേ
ബീൻസ് അതൊക്കെ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നാളെ തന്നെ നമ്മുടെ റെസിപ്പി എന്തുവാ? നാളത്തെ റെസിപ്പി അവിയൽ, ഓലൻ, എരിശ്ശേരി. അപ്പോൾ നാളെ നമുക്ക് അവിയലും ഓലനും എരിശ്ശേരിയായിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ ബൈ. ഈ മനുഷ്യൻ എന്ത് ചെയ്ത് സുഖം തിരിഞ്ഞിരിക്കുമായിരുന്നാ? പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒറ്റയടി 6 അടി പൊക്കത്ത് ഇങ്ങനെ നിന്ന് എൻ്റെ ബാക്കിലല്ലേ? അടിപൊളി തോരൻ എന്നൊക്കെ പറ.